നമസ്കാരം. ഗവർണർ എങ്ങനെ ഗൗരവം കാട്ടണം എന്ന ശോഭാ സുരേന്ദ്രന്റെ ശാസന ഇന്നും വന്നു. സംഘർഷ മേഖലയിൽ ഗവർണർക്ക് ഒന്ന് യാത്ര ചെയ്താൽ എന്താ? കളക്ടറെ ഒന്ന് വിളിച്ചു വരുത്തിയാൽ എന്താ? മുഖ്യമന്ത്രിയോട് ഇനി ആവർത്തിക്കരുതെന്ന് ചർച്ച ചെയ്താൽ എന്താ? ചീഫ് ജസ്റ്റിസിനും കേന്ദ്രത്തിനും റിപ്പോർട്ട് കൊടുത്താൽ എന്താ? അതു ചെയ്യാൻ ധൈര്യമില്ലെങ്കിൽ ഇറങ്ങിപ്പോകണമെന്ന് ഇന്നും പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ. ഗവർണർ ഇടപെട്ടിരുന്നെങ്കിൽ ബിജുവിന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നെന്നും ഒരു പടി കൂടി കടന്ന് പറഞ്ഞുവെച്ചു BJPയുടെ ഈ പോരാളി. സമാധാനം സൃഷ്ടിക്കേണ്ടത് സദാശിവത്തിന്റെ ബാധ്യതയെന്നാണോ BJPയുടെ നിലപാട്? എങ്കിൽ എന്തുകൊണ്ട് രാജഗോപാൽ യോജിക്കുന്നില്ലെന്ന് ശോഭ തന്നെ പറയണം. നോ കമന്റ്സ് എന്ന് പറഞ്ഞ് കടന്നു കളയരുത്. ഗവർണറുടെ ധൈര്യം പരിശോധിക്കുന്നയാളല്ലേ ശോഭ? അപ്പോൾ രാജഗോപാലിന് മറുപടി നൽകാൻ അധൈര്യം കാട്ടുന്നത് എന്തിനാണ്? രാജീവ് പ്രതാപ് റൂഡിക്കും രാജഗോപാലിനോട് തന്നെയാണ് യോജിപ്പ്. അതുകൊണ്ട് ശോഭ കെട്ടുപോയോ ശോഭയുടെ നിലപാടിനെന്ന് ശോഭ തന്നെ ആലോചിക്കണം. നിയമസഭയിൽ ഇന്ന് കണ്ടത് അരുത് അഫ്സ്പ എന്ന അംഗം വെട്ട്. പയ്യന്നൂരിനെ പറ്റി പറഞ്ഞിട്ട് മതിയായിരുന്നു പിണറായി അസ്പ എന്ന അതിക്രമത്തെ പറ്റിയുള്ള അങ്ങയുടെ ആശങ്ക. സൈന്യത്തിന് പാതകം ചെയ്യണമെങ്കിൽ പ്രത്യേക നിയമമെങ്കിലും വേണം. ഒരു പ്രത്യേക നിയമവും ഇല്ലാതെയാണല്ലോ കണ്ണൂരിൽ കൊലക്കത്തി പാളുന്നത്. അപ്പോൾ പ്രത്യേക നിയമത്തിന് പകരം നാട്ടിലുള്ള നിയമം നടപ്പാക്കാൻ മുഖ്യമന്ത്രി മുൻകൈയെടുത്താൽ അസ്പയെ പറ്റി അപലപിക്കേണ്ടി വരില്ല. അതിനെന്തേ വൈമനസ്യം? കണ്ണൂരിന്റെ കൈക്കരുത്തിന് മുന്നിൽ മുഖ്യമന്ത്രിക്കും മുട്ടുമടക്കേണ്ടി വരുന്നോ എന്ന് പ്രതിപക്ഷത്തിന്റെ വിമർശനം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. ഗവർണർക്കെതിരെയുള്ള ശോഭയുടെ നിലപാട് പാർട്ടി നേതൃത്വം തള്ളിക്കളഞ്ഞോ? 2. ഗവർണർ ഇറങ്ങിപ്പോകണമെന്നത് പാർട്ടി നിലപാടല്ലെങ്കിൽ ശോഭയ്ക്കെതിരെ നടപടി വേണ്ടേ? 3. കണ്ണൂരിന്റെ കണ്ണീരൊപ്പാൻ കേരള ഗവർണർ മുൻകൈയെടുക്കണോ? 4. അഫ്സ്പയെ പറ്റി പറയുന്ന പിണറായി പയ്യന്നൂരിനെ പിടിച്ചു കെട്ടേണ്ടേ? 5. ആസൂത്രിത കൊലപാതകത്തെ ഒറ്റപ്പെട്ടതാക്കുന്നത് അക്രമികൾക്ക് കിട്ടുന്ന സർക്കാരിന്റെ പിന്തുണയോ? 6. പിണറായിയുടെ സമാധാന ശ്രമം കണ്ണൂരിൽ പാളിയത് പ്രതിപക്ഷം പറയും പോലെ പാർട്ടിയിലെ പിടിയയഞ്ഞതുകൊണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. ഗവർണറിലൂടെ ഗവൺമെന്റിലേക്കോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ BJP ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ, CPM നേതാവ് MP രാജേഷ് MP, കോൺഗ്രസ് നേതാവ് സണ്ണി ജോസഫ് MLA, രാഷ്ട്രീയ നിരീക്ഷകനും അധ്യാപകനുമായ T ശശിധരൻ എന്നിവർ.